ഇനി സഹോദരന്മാരെ, ഇവിടെ വന്ന മൗലവി പറയുന്നുണ്ട്, എന്താ പറയുന്നതെന്നറിയോ? കുരുമുളക് ഉസ്താദ് എന്നൊരു ഉസ്താദ് ഉണ്ടല്ലോ, കുരുമുളക് ഉസ്താദ് എന്നൊരു ഉസ്താദ് ഉണ്ടല്ലോ, ഇവിടുന്ന് പറഞ്ഞതായി പോകും. ആത്മീയ അറബിക് ചികിത്സാലയം പ്രമുഖ പണ്ഡിതനും ഷെയ്ഖ് യൂസഫ് മാലിക്കയുടെ ശിഷ്യനുമായ, പേര് കേട്ടോളൂ, ചിലപ്പോ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, സയ്യിദ് ടി കുരുമുളക് ഉസ്താദ്. പുതിയ ഉസ്താദാ ടി കുരുമുളക് ഉസ്താദ്. കള്ളുഷാപ്പിന്റെ അടുത്ത് വന്ന് പ്രസംഗിച്ചോ പറഞ്ഞതാ. എന്നാ സഹോദരന്മാര്, മൗലവിക്ക് ഇപ്പോ ഒന്നും പറയാനില്ല. ഇസ്തിഗാസയെ പറ്റി പറയാനാകുന്നില്ല, തവസ്സുലിനെ പറ്റി പറയാനാകുന്നില്ല, അസ്മാഉ സിഫാത്തും പറയാനാകുന്നില്ല, മഖ്ബറിനെ പറ്റി പറയാനാകുന്നില്ല. പിന്നെ മൂപ്പര് പോയതാ കുരുമുളക് ഉസ്താദിന്റെ അടുത്തേക്കാ. എന്നിട്ട് മൗലവി പറയാ, കാര്യമായിട്ട് ഇപ്രാവശ്യം അതിന് പറഞ്ഞറിയോ, ശനിയാഴ്ചയും ഞായറാഴ്ചയും തുണിപ്പീടിയെ പോറേ നിങ്ങളെ കിതാബിലുണ്ട്. ഞായറാഴ്ച ഉണ്ടോ തുണിപ്പീടിയെ തുറക്കുന്നത്? ശനിയാഴ്ച ആണെങ്കിൽ ഏകദേശം നല്ല എല്ലാം വിറ്റ് തീർന്നിട്ടുണ്ടാവില്ലേ, അടുത്ത ആഴ്ച പുതിയ പേരും എല്ലാണ്ടുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെയാണോ നമ്മളെ തർക്ക വിഷയം? എന്നിട്ട് നിങ്ങൾക്കൊരു രസം കേൾക്കണോ? മൗലവി ഇവിടെ വന്ന കാലം മുതലേ ചെയ്ത പണി എന്തറിയോ? സിറാജുള്ളതൊക്കെ കിട്ടുന്ന നേരത്തെ പൈസ മുടക്കാൻ വേണ്ടി മൂപ്പരെന്ത് ചെയ്തു? പേരോടിന്റെ അടുക്കല് ഓരോരുത്തർ പൈസ കൊണ്ടു കൊടുക്കുമ്പോ പേരോട് കീശ കാണിച്ചിട്ട് കീശയിലിട്ടോ എന്ന് പറയുന്നത്. നേർച്ച പൈസ ഓരോരുത്തർ കൊണ്ടുവരുമ്പോ ഞാൻ കീശയിലിടാൻ പറയാറുണ്ട്. അത് മൂപ്പരെ എടുത്ത് കാണിച്ചു, കണ്ടോ കീശയെ പൈസ ഇടാൻ പറയുന്നത് കണ്ടോ എന്ന്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. ഞാനത് പല സ്ഥലത്തും എടുത്ത് കാണിച്ച് മൗലവി പറഞ്ഞത്. അതിന്റെ പുറമെ ഞാൻ അതിന്റെ വസ്തുത വിശദീകരിച്ചു. അപ്പോഴെന്തായി എന്നറിയോ? നേർച്ച പൈസ വരല് കൂടി കൂടി കൂടി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും അന്ന് മൗലവി ആദ്യം ഇവിടെ വരുമ്പോ 2 ലക്ഷം റുപ്യ നേർച്ച കിട്ടാറുണ്ട്. ഇപ്പോഴും 4 ലക്ഷത്തോളം കിട്ടാൻ തുടങ്ങി ഒരു മാസത്തിന് നേർച്ച. അപ്പൊ എന്തായി എന്നറിയോ? എന്റെ കീശയിൽ കൊണ്ടുവന്നിരുന്ന പൈസ കീശയിൽ നിറഞ്ഞിട്ട് പിന്നെല്ലാം കൂടി കനത്ത് എടുക്കാൻ കഴിയാണ്ടായി. അപ്പൊ ഞാനൊരു നമ്മളെ കൂടെയുള്ള മുത്താലിമികളോട് പറയും, ഒരു സഞ്ചി കൊണ്ടുവന്നിട്ട് മോനെ കീശയിൽ ഓരോരുത്തർ കൊണ്ടുവന്ന് ഇടുമ്പോ നീ മെല്ലെ വലിച്ചിട്ട് അത് എടുത്തിട്ട് സഞ്ചിയിലിടണോന്ന്. ഇപ്രാവശ്യം മൗലവി വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ എന്റെ കീശയിൽ മുത്താലിമികൾ കീശയിൽ പൈസ എടുത്തിട്ട് സഞ്ചിയിലേക്ക് ഇടുന്നത് കാണിച്ചു. എന്നിട്ട് മൂപ്പര് പറയാ, കണ്ടോ പേരോടിനെ വിശ്വാസം ഇല്ലാത്തോണ്ട് പോക്കറ്റ് അടിക്കുന്നത് കണ്ടോന്ന്. ഒന്ന് വെച്ചു കൊടുത്താ മോനെ പോക്കറ്റടി. മൂപ്പര് ഇവിടെ പോക്കറ്റിൽ കിട്ടപ്പോ മൂപ്പര് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ സിറാജുലുദയിൽക്കുള്ളതാണ്, അതുകൊണ്ടാണ് പോക്കറ്റിൽ ഇടുന്നത്. പക്ഷെ മോലിയന്മാർക്ക് വിശ്വാസം വേണ്ടേ? ഒരു മോലിയര് മൂപ്പരെ പോക്കറ്റിലേക്ക് വല്ലതും വീണുണ്ടോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോണ്ട് പറഞ്ഞുതരാം, അതാ നോക്കണേ. പോക്കറ്റിലേക്ക് വല്ലതും വരുന്നുണ്ടോ നോക്കിയാ ഇട്ടു കണ്ട അപ്പെടുക്കും മോലിയര്. വിശ്വാസല്ലേ? നോക്കിക്കോളീൻ, കണ്ടോ, ശ്രദ്ധിച്ചോളി. അതാ പോക്കറ്റ് അടിച്ചു. എന്തിവിടെ വന്ന് പ്രസംഗിച്ചിട്ടെന്താ? എന്റെ പോക്കറ്റിൽ ഇടുന്നത് അത് മുങ്ങലിവിടെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ആൾക്ക് വരെ വിശ്വാസമില്ല. വീണ അപ്പം പോക്കറ്റ് അടിച്ചു മൂപ്പര്. വിശ്വാസം വേണ്ടേ? സ്ഥിരം കാണിച്ചോളട്ടോ, സ്ഥിരം കാണിച്ചോളൂ. നിങ്ങളും ഇവിടുന്ന് പറഞ്ഞതായി പ്രാവശ്യമോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇയാൾക്കല്ലേ എന്താ പറയണ്ടേ ഇയാളെ പറ്റി? വിശ്വാസമില്ലാത്തവന്റെ കീശയെന്ന് വേറൊരുത്തൻ എടുക്കുന്നതിന്റെ പേരാ പോക്കറ്റടി എന്ന് മൗലവി. ഈ പോക്കറ്റടി എന്തിനാ പറയാന്ന് കൂടി ആയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാ നിങ്ങൾക്ക് സാധാരണ എടുക്കുന്ന പണിയെ പറ്റി ആര് വിവരം വേണ്ടേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മൗലവി, എനിക്ക് കേട്ടോളി സഹോദരന്മാരെ, എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണം മൗലവി. മുജാഹിദീങ്ങൾ നേർച്ച പൈസ കൊടുക്കും നിങ്ങളെ പ്രസംഗം കേട്ടിട്ട്. കാരണം മുജാഹിദിയക്കും മനസ്സിലായി സിറാജുലുദയിലേക്ക് നേർച്ചയ്ക്ക് എന്തോ ഒരു ഫലമുണ്ട്. അങ്ങനെ അവരും നേർച്ച കൊടുക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ അടുത്തുള്ള ഒന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ അടുത്ത് പൈസ കൊണ്ടു തന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ കേട്ടോളി. രണ്ട് മാസം കഴിഞ്ഞു. 2 മാസം എന്താ വന്ന വിശേഷം? വന്നല്ലേ വന്ന സ്ഥാനം കാണാൻ വേണ്ടി പിന്നെ പറയുന്നതൊന്ന് നിറച്ച് പൈസ നേരത്തേക്ക് നമ്മൾ വേണം പറയാൻ സിറാജ് സംഖ്യ ഇപ്പം 16,427. നിങ്ങളെ സ്വന്തം വേറെ എൻ്റെ നിറച്ച പൈസ 16,425. അഡ്രസ് ആരല്ലോ കൊടുത്തിന്?
അത് കൊടുത്തെല്ലാം എത്തിച്ചു ചെയ്തിട്ടുണ്ട്. എൻ്റെ വ്യക്തിയുടെ വിഷയമാണ്. റസീറ്റാ ഒരുപാട് സൗദിയിൽ നിന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ പുറത്തും അസുഖം പിന്നെ പ്രത്യേകിച്ച് സൗദിയിൽ നിന്ന് ഒരാൾ സുഹൃത്ത് എനിക്ക് 13 വർഷത്തോളം പരിചയമാണ്. ആളവരെ പൈസ ഒരാൾ മുക്കിക്കൊണ്ടുപോയി. ആള് മുജാഹിദാരാണ്. പൈസ പോയപ്പോഴാണ് മുജാഹിദാരാണ്. ഒന്നും ഇല്ലാത്ത ആളാണ്. അത് ഘട്ടം വന്നപ്പം 2 മാസത്തോളമായി ഈ പൈസ പോയിട്ട്. അങ്ങനെ സിറാജിനെ പറ്റി പറഞ്ഞപ്പോൾ ആളെ കുറേ നിർച്ചയാക്കാൻ 100 രൂപ നിർച്ചയാക്കാൻ. ആ 100 രൂപ നിർച്ചയാക്കി എന്തെല്ലാം 15 ദിവസം പറയുമ്പോൾ മൊത്തം പൈസ കിട്ടി. പൈസ കിട്ടിയപ്പോൾ ആള് 100 ആക്കേണ്ട 500 തന്നെ 500 രൂപ തന്നു ഏൽപ്പിച്ചു തന്നു. അതും ഈ പൈസ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥലം പ്രത്യേകം എന്തുവാ ചെയ്യാൻ പറഞ്ഞാൽ ഉമ്മാക്ക് സുഖമില്ല, കാലിട്ടുണ്ടായിരുന്നു. എന്തുവാ ചെയ്യാൻ പ്രത്യേകം പൈസ പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് നേർച്ചയാക്കിയതാണ് സിറാജുൽ ഹുദയിലേക്ക് 101 റിയാല് സൗദി അറേബ്യയിൽ നിന്ന് മുജാഹിദ് നേർച്ചയാക്കിയിട്ട് കിട്ടിയപ്പോൾ 500 തന്നത് അയാൾ പറഞ്ഞു.